ഹലോ ഉദ്യോഗാർത്ഥികളെ, PS റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് PSC എക്സാമുകളിലാണെങ്കിലും SSC ആണെങ്കിലും ഇംഗ്ലീഷ് അതിലൊരു മെയിൻ പാർട്ടാണ്. ആ ഇംഗ്ലീഷിൽ റിപ്പോർട്ട് സ്പീച്ച്, അതുപോലെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്നത് നിർബന്ധമായും അതിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് അത് നമ്മൾ പഠിക്കുകയൊന്നുമല്ല കേട്ടോ, റൂള് വെച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല. നമുക്കിപ്പോൾ തൽക്കാലം ഓപ്ഷനിൽ 4 എണ്ണം ഉണ്ടാവും, അതിലൊന്നായിരിക്കും ആൻസർ. അത് എളുപ്പത്തിൽ കണ്ടെത്താൻ, ആ 4 എണ്ണത്തിൽ ഒന്നിനെ നമ്മൾ സൂത്രത്തിൽ കണ്ടെത്താനുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ആ 4 എണ്ണത്തിൽ ഏതാണ് ശരി, അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഫുള്ള് നിങ്ങൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കാണാതെ കണ്ടെത്തും, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് ഓപ്ഷനിൽ നിന്ന് 4 എണ്ണം കണ്ടെത്താനുള്ള സൂത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ക്ലാസ്സിൽ ആദ്യഘട്ടം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനിൽ ആക്റ്റീവ് വോയിസിൻ്റെയും പാസീവ് വോയിസിൻ്റെയും ചോദ്യങ്ങൾ വരുമ്പോൾ അതിലെന്തെല്ലാം വാക്കുകളുണ്ടോ നോക്കണം, അതിനെന്തെല്ലാം മറുവാക്കുകൾ നിങ്ങൾ കരുതണം. അത്തരത്തിലുള്ള ചെറിയ ട്രിക്കുകളാണ് പറഞ്ഞു തരുന്നത്. ഒരിക്കലും ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിൻ്റെയും നിയമങ്ങൾ പഠിക്കുന്നേയില്ല. മറിച്ച് ഓപ്ഷനുകൾ കട്ട് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്തിപ്പിടിക്കാൻ 4 ഓപ്ഷൻസാണ് ഉണ്ടായിരിക്കുക. അതിൽ ഓരോ ഓപ്ഷൻസുകൾ കട്ട് ചെയ്ത് ഉത്തരത്തിലോട്ടുള്ള ഡയറക്റ്റ് ചാട്ടമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതും അതിനുള്ള ട്രിക്കാണ് ഇവിടെ പറയുന്നതും. അപ്പോൾ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ശേഷം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം തന്നെ അതിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ ഫുള്ള് തരുന്നത്, അതിലോട്ട് പോകാം. മനു കിൽഡ് എ റാറ്റ്. മനു എന്ത് ചെയ്യാണ്, ഒരു എലിയെ മനു കിൽഡ് കൊന്നു എ റാറ്റ്, ഒരു എലിയെ കൊന്നു. ഇതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. അതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ. മറിച്ച് മനു എന്ന് പറയുന്നൊരു വ്യക്തി, സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ക്രിയയാണ് പറയുന്നത്, അതിനുശേഷം ഒബ്ജക്റ്റ് പറയുന്നു. ഇതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. എന്നാൽ എന്തിനെ ഈ അറബി പഠിച്ച ആളുകളാണെങ്കിൽ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞ മാറൂഫും അതുപോലെ തന്നെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞ മജ്ഹൂലും. അത് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തിനെ എന്ന് ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ അടിച്ചു, അപ്പോൾ ആ എന്തിനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ആദ്യം വരും, അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് വെച്ച് തുടങ്ങുന്നതാണ് പാസീവ് വോയിസ്. അപ്പോൾ എന്തിനെ കൊന്നു, റാറ്റിനെ കൊന്നു എന്നല്ല, റാറ്റ് വാസ് കിൽഡ് ബൈ മനു. ഇതാണ് പാസീവ് വോയിസ്. ഇതൊന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്നുള്ളത് ഒന്ന് പറഞ്ഞത് മാത്രം. അഥവാ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആക്റ്റീവ് വോയിസ്. ഇപ്പോൾ സബ്ജക്റ്റ് ആകുന്ന മനു, അതല്ലെങ്കിൽ ഐ, അതുപോലെ ദേ, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ പറ്റും. അയ്യോ, ദേവി, ഹീ, ഷിറ്റ്, കോമു. ഐ, യോ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, പിന്നെ എന്തെങ്കിലും പേര്. ഇതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് അത് ആദ്യം കൊണ്ടുവന്ന് തുടങ്ങുന്നത് ആക്റ്റീവ് വോയിസും, ഒബ്ജക്റ്റിന് എന്തിനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് തുടങ്ങുന്നതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നതും. ഇതാണ് ലളിതമായിട്ട് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്ന് പറഞ്ഞാൽ. പിന്നെ പാസീവ് വോയിസിൽ നമുക്കൊരു ധാരണ ഉണ്ട്, എന്ത്, ബൈ വരണം എന്നുള്ളൊരു ധാരണ. അതൊരിക്കലും നിങ്ങൾ പ്രത്യേക അടിവരട്ട് മനസ്സിലാക്കണം. ബൈ കണ്ടിട്ടില്ലെങ്കിൽ ചിലവർ കൊടുക്കില്ല ഓപ്ഷന്, അപ്പോൾ അതായിരിക്കും ആൻസർ ഉണ്ടായിരിക്കും. ബൈ വരണം എന്നൊരു നിയമേ ഇല്ല, അത് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ തറപ്പിച്ച് വെച്ചോളും, ബൈ വരണമെന്നില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അഥവാ നിങ്ങളിപ്പോൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസ് തിരഞ്ഞെടുക്കാൻ പറയുമ്പോഴും പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവ് വോയിസിലേക്ക് വോയിസ് ചേഞ്ച് ചെയ്യാൻ പറയുമ്പോഴും ടെൻസുകൾ മാറാൻ പാടില്ല. ഒരു നിലക്കും അതിനെ പൊളിച്ചെഴുതാനൊന്നും പറ്റില്ല. അത് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ആയിരിക്കണം. അഥവാ അതിലുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, പൊളിച്ചെഴുതി ആ ഒരു ടെൻസ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിൽ ടെൻസുകളൊക്കെ മാറുന്നുണ്ട്, അത് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്.
ഇവിടെ ടെൻസുകൾക്ക് ചേഞ്ച് വരാൻ പാടില്ല. അതുപോലെ തന്നെ V3 വെർബുകൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ ING വരികയാണെങ്കിൽ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ING കാണുകയാണെങ്കിൽ ഉത്തരത്തിൽ ബീയിങ് കൊണ്ട് തുടങ്ങണം. അതല്ലെങ്കിൽ ബീയിങ് കൊണ്ടുള്ളതിന് എന്ത് ചെയ്യണം, താഴത്ത് ING കൊണ്ടുള്ളതും ഉണ്ടായിരിക്കണം. INGയും ബീയിങ്ങും, അഥവാ നമ്മൾ പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഉത്തരത്തിൽ ബീയിങ് എന്നുള്ള വാക്കുണ്ടായിരിക്കും. ഇനി ആ ചോദ്യത്തിൽ ഇപ്പോൾ ബീയിങ് കൊണ്ടാണെങ്കിൽ ഇതേപോലെ ING കൊണ്ടുള്ള വാക്കും അടിയിലുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ആ ക്വസ്റ്റ്യന് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അതുപോലെ ക്വസ്റ്റ്യനിൽ ഹാസ്, ഹാവ്, ഹാഡ് തുടങ്ങിയ വന്നാൽ ഉത്തരത്തിൽ ബീൻ എന്ന് പറയുന്നതും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് തറവായിട്ട് നിൽക്കുക. ഇപ്പോൾ ജസ്റ്റ് കയറി ഇറങ്ങിപ്പോയാലും ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ ബീൻ എന്ന് വന്നിരിക്കും. അതുപോലെ തന്നെ ഈ മോഡൽ ഓക്സിലറികളായിട്ടുള്ള വില്ല്, ഷാള്, മേ, ക്യാൻ, മസ്റ്റ്, അവക്ക് ശേഷം എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ ബി പ്ലസ് V3 ഫോംസ് കൊണ്ടുവരണം. ബി പ്ലസ് V3 ഫോംസ് ആണ് കൊണ്ടുവരേണ്ടത്. വില്ല്, ഷാള്, മേ, മസ്റ്റ്, ക്യാൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അതിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ ഞാൻ ആ ചോദ്യങ്ങൾ എത്തുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ മണ്ടക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ സെൻറ്റൻസിൻ്റെ കേസാണെങ്കിൽ ക്വസ്റ്റ്യന് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് വോയിസ് ചേഞ്ചിങ് വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരമായി പോകരുത്. അതിനെ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞിട്ട് അതിനെ നിങ്ങൾ വോയിസ് ചേഞ്ച് ചെയ്യാൻ പറയുന്ന സമയത്ത്, വോയിസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉത്തരമായി പോകരുത്. ആ ക്വസ്റ്റ്യൻ തന്നെ ആവണം. അപ്പോൾ ക്വസ്റ്റ്യനായിട്ട് തന്നെ വോയിസ് ചേഞ്ചിങ് നടത്തണം. അതുപോലെ ഡു, ഡസ് വന്നു കഴിഞ്ഞാൽ ഈസ്, ആറ്, ആം തുടങ്ങിയ കാര്യങ്ങളാണ്. ആം എന്നൊക്കെ പറയുമ്പോൾ മീ എന്ന് പറയുന്ന അത് വരുമ്പോഴാണ് ആം വരിക. അഥവാ ഡു, ഡസ് ഒക്കെ വരുന്ന സമയത്ത് ഈസ്, ആറ്, ആം എന്ത് ചെയ്യണം, വരണം. ഇതൊക്കെ ആ ഒരു ട്രിക്കുകൾ അറിഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇതിൻ്റെ നിയമങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡിഡ് വന്നു കഴിഞ്ഞാൽ, ഡിഡ് ആണെങ്കിൽ വേറ്, വാസ് ഇവയാണ് ഉത്തരത്തിൽ കൊണ്ടുവരേണ്ടത്. അതുപോലെ ഹൂ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ബൈ ഹൂം വരണം ഉത്തരത്തിൽ. നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അതുപോലെ റിക്വസ്റ്റ് കമാൻഡുകൾ ഒന്ന് എടുത്തു തരുക എന്നൊക്കെയുള്ള ചോദിക്കുന്ന റിക്വസ്റ്റുകളാണെങ്കിൽ, ഒരു ഓർഡർ എടുക്കുന്നതാണെങ്കിലും അവയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം കാണുന്ന സമയത്ത് ലെറ്റ് കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെ ബി എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് V3 ഫോംസും വെർബിൻ്റെ ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ചെറിയ ഷോട്ട് ഒന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവയിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് വെളിച്ചം തട്ടുള്ളൂ. ഇപ്പോൾ ദുരിയും പറഞ്ഞത് എന്തൊക്കെയോ പുകമറ കടന്ന് കളിക്കുക മനസ്സിൽ. ഇനി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ തട്ടിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം നമുക്ക് ഓരോ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ചേഞ്ച് ഇൻ ടു പാസീവ്, പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഐ വിൽ ക്ലീൻ ദ ഹൗസ് എവരി സാറ്റർഡേ, ഞാൻ എല്ലാ സാറ്റർഡേയും എന്ത് ചെയ്യുന്നുണ്ട്, വീട് ക്ലീൻ ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ജൂനിയർ അസിസ്റ്റൻറ്റ് 2015 ചോദിച്ചൊരു ചോദ്യമാണ്. വില്ല് വന്നു കഴിഞ്ഞാൽ ബി പ്ലസ് V3 വരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. V3 വെർബും വരണം. അങ്ങനെ നോക്കുന്ന സമയത്ത് BE എന്നുള്ളത് ഇവിടെ നമുക്ക് എയിലും ബിയിലും മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം എന്തിനെന്നുള്ള ഉത്തരം ഹൗസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് കൊണ്ട് തുടങ്ങണം പാസീവ് വോയിസ്. അങ്ങനെ ആകുമ്പോൾ ദ ഹൗസ് വിൽ ബി ക്ലീൻഡ് കണ്ടോ, ഹൗസ് കൊണ്ട് തുടങ്ങി ബി എന്ന് പറയുന്നതുണ്ട്, ക്ലീൻഡ് പറയുന്ന V3 ഫോംസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. രണ്ടാമത്തെ ചോദ്യം മനു യൂസസ് ഇൻ്റർനെറ്റ് ഫോർ 2 hours ഡെയിലി, മനു എല്ലാ ദിവസവും 2 മണിക്കൂർ വീതം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. പ്രസൻറ്റ് ടെൻസ് ആണ് കേട്ടോ. ഈ യൂസസ് ഉപയോഗിക്കുന്നു. ഇത് കോട്ടയം LDC 2011 ചോദിച്ചൊരു ചോദ്യമാണ്.
അപ്പോൾ എന്തിനെ? ഇൻ്റർനെറ്റിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്നുള്ളത് ആദ്യം വരണം. അപ്പോൾ 4 ഓപ്ഷനിലും ഇൻ്റർനെറ്റ് എന്നുള്ളത് പറയുന്നുണ്ട്. യൂസസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഉപയോഗിക്കുന്നു. അപ്പോൾ ടെൻസുകളൊന്നും ചേഞ്ച് ചെയ്യാനോ പാസ്റ്റിൻ്റെ അർത്ഥമൊന്നും വരാനോ ഒന്നും പറ്റില്ല. അപ്പോൾ പ്രസൻ്റ് ആയിട്ട് തന്നെ പോകണം. ഇൻ്റർനെറ്റ് വാസ് എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ, ഈ രണ്ടും ബിയും സിയും. അതായത് ഇൻ്റർനെറ്റ് ആയിരുന്നു എന്നുള്ളതല്ല, അവിടെ എപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ബിയും സിയും തെറ്റാണ്. ഇനി നമുക്കുള്ളത് എ ആണോ സി ആണോ എന്നുള്ളത് മാത്രമേ നമുക്ക് കൺഫ്യൂഷനുള്ളൂ. ഇനി അവിടെ നോക്കുക, ബീയിങ്. എന്തിനാണ് ബീയിങ്? ING ഫോം ഇവിടെ വന്നിട്ടുണ്ടോ? മനു യൂസസ് ഇൻ്റർനെറ്റ് ഫോർ 2 hours ഡെയിലി. ING ഫോം ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ എ ഓപ്ഷനാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം. താഴെ പറയുന്നതിൽ കറക്റ്റ് പാസീവ് ഫോം കണ്ടെത്താനാണ്. എന്തിൻ്റെ? ദേ ആർ പ്രിപ്പയറിങ് ദ ഡിന്നർ. അവരെന്ത് ചെയ്യുന്നത്? പ്രിപ്പയറിങ് ദ ഡിന്നർ. ഇനിയിപ്പോൾ അർത്ഥമൊന്നും ആലോചിച്ച് നോക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു ING ഫോം ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ എന്ത് വരണം? ബീയിങ്. ഇവിടെ നോക്കുക, നിങ്ങൾ ഉത്തരത്തിൽ ബീയിങ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബി ഓപ്ഷൻ. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് ചാടാൻ പറ്റി. ബാക്കിയുള്ള 3 ഓപ്ഷൻസ് ലോക്ക് ചെയ്തു, ബി ഓപ്ഷനാണ് ആൻസർ എന്നുള്ള അപ്പം തന്നെ കണ്ടെത്തി. ഇനി അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളുണ്ട്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി അടുത്ത 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈസ് മലയാളം സ്പോക്കൺ ബൈ ദം. മലയാളം അവരാൽ സംസാരിക്കപ്പെടുന്നു. ഇതിപ്പോൾ ഒരു പാസീവ് ഫോം ആണ്. ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഇതിൻ്റെ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. HS 2015 ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു നിങ്ങളോട്, ഈസൊക്കെ വരികയാണെങ്കിൽ എന്ത് വരണം? ഡൂവോ ഡസ്സോ വരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അറിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ നോക്കുക, ഓപ്ഷനിൽ ഡൂ ഡസ് വെച്ചിട്ട് ആകെ ഒറ്റ ഒന്നേ വരുന്നുള്ളൂ, ഡി ഓപ്ഷൻ. ആൻസറിലേക്ക് അപ്പം തന്നെ നമുക്ക് ചാടാൻ പറ്റി. ഇനി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളും കാര്യങ്ങളും അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം ഡു ദ ഹോൺസ് കിൽ ദ ഫോക്സ്. അഥവാ ഫോക്സിനെ വേട്ടക്കാരൻ കൊല്ലുമോ എന്നുള്ളൊരു ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡു വന്നു കഴിഞ്ഞാൽ ഈസ്, ആറ്, ആമ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരേണ്ടതെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ 4ഉം അതുപോലെ തന്നെ വന്നു. പിന്നെ ഇവിടെ ഏതാണ് ഒബ്ജക്റ്റ്? എന്തിനെ കൊല്ലുക? ഫോക്സിനെ. അപ്പോൾ ഫോക്സ് ആണ് ആദ്യം വരണം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോക്സ് ആണ്. അപ്പോൾ ഫോക്സ് കൊണ്ട് തുടങ്ങുന്നത് ആകെ 2 എണ്ണേ ഉള്ളൂ, എയും ഡിയും. അപ്പോൾ തന്നെ നമുക്ക് ബിയും സിയും വലിച്ചെറിയാം. ഇനി നമ്മൾ നോക്കേണ്ടത് എയും ഡിയും ആണ്. ഇവിടെ ആ ഡിയിൽ നോക്കൂ നിങ്ങൾ, ബീയിങ്. എന്തിനാ ആവശ്യമില്ലാത്ത ബീയിങ് അവിടെ വരേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞു ബീയിങ് വരണമെങ്കിൽ ING ഫോം വേണം. ഇവിടെ കില്ലിങ് എന്നല്ലല്ലോ, കില്ലിന് മാത്രമല്ലേ ഉള്ളൂ. ആയതുകൊണ്ട് ഡി അല്ല എന്ന് നമുക്ക് അപ്പം തന്നെ പറയാം. ഇനി നമുക്ക് ആകെയുള്ള ഓപ്ഷൻ ഏതാണ്? എ മാത്രം. അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ദ ഫോക്സ് കിൽഡ് ബൈ ദ ഹോൺസ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്മെൻറ്റ് ഓഫീസർ 2014 SC എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് വിളിച്ച ഒരു ചോദ്യമായിരുന്നു. അടുത്ത 6ാമത്തെ ചോദ്യം. ഈ ചോദ്യമൊക്കെ കാണുമ്പോൾ ആനത്തലയോടുള്ള ചോദ്യങ്ങളാണ്, പക്ഷെ നമ്മൾ ആ ട്രിക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിന് സ്യൂട്ടാകുന്നുണ്ടോ നോക്കുകയാണെന്ന് വെച്ചാൽ ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഈ ചോദ്യങ്ങളൊക്കെ സിമ്പിളാണ്. ഇവിടെ പാസീവ് ഫോമാണ് തന്നിട്ടുള്ളത്. ദ കമ്പനി ഹാസ് അപ്പോയിൻറ്റഡ് ഹിം ആസ് ദ മാനേജിങ് ഡയറക്ടർ. ഇനി അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് അറിയാത്ത ആളുകൾ അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഹാസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരണം? ബീൻ, BEEN എന്ന് പറയുന്നത് എന്ത് വരണം? ഉത്തരത്തിൽ വരണം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എയിലും ബീനുണ്ട്, സിയിലും ബി ഉണ്ട്, ഡിയിലും ഉണ്ട്. ബിയിലുണ്ടോ? ഇല്ല. അപ്പം തന്നെ അത് വട്ടിട്ടാൻ കളഞ്ഞില്ല. ഇനി ബി എന്നുള്ളത് നിങ്ങൾ ജന്മത്തിൽ പരിശോധിക്കരുത്. ഇനി ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലുമാണ് ആൻസർ എന്ന് കാണേണ്ടത്. ഹീ ഹാഡ്, അവൻ, ഹിം എന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹീ കൊണ്ട് തന്നെയാണ്, സബ്ജക്റ്റ് കൊണ്ട് തന്നെ ഒക്കെ തുടങ്ങിയിട്ടുള്ളത്, അതൊന്നും പ്രശ്നമില്ല. ഹീ ഹാഡ്, അവിടെ നോക്കുക നിങ്ങൾ 1ാമത്തെ ഓപ്ഷനിൽ. ഞാൻ നേരത്തെ പറഞ്ഞു ടെൻസ് ചേഞ്ച് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇവിടെ ഹാസ് അല്ലേ തന്നിട്ടുള്ളത്, എന്തിനാണ് ഇവിടെ ഹാഡ് വന്നിട്ടുള്ളത്? വേണ്ടാത്ത പരിപാടി എടുത്തുകൊണ്ട് നമുക്ക് 1ാമത്തേന് പടിക്ക് പുറത്താക്കാം. ഇനി നമുക്ക് പരിഗണിക്കേണ്ടത് ഏതൊക്കെയുള്ളൂ? സിയും ഡിയും മാത്രമേ നമുക്ക് പരിഗണിക്കേണ്ടതുള്ളൂ. ഇനി അവിടെ നോക്കുക, ഹീ ഹാവ് എന്നാണ് വന്നിട്ടുള്ളത്. അയ്യോ ദേവി ഹീഷിറ്റ് കോമു. അയ്യോ ദേവി, IU ദേവി. ഈ 4 എണ്ണം വരുന്ന സമയത്ത് ഹാവ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ. ബഹുവചനങ്ങൾ അവയാണ്. പക്ഷേ ഹീ, ഷീ, ഇറ്റ് പിന്നെ പേരുകളൊക്കെ ഒരു പേരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് സിംഗുലറാണ് അവിടെ കൊടുക്കേണ്ടത്, ഹാസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ, ഹാവ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഡി ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്.
അടുത്ത 7ാമത്തെ ചോദ്യം, ഷീല എൻജോയ്സ് റീഡിങ്. ഷീല എൻജോയ് ചെയ്യുന്നു റീഡിങ്, വായന. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, എന്തിനെ, വായനയെ. അപ്പോൾ റീഡിങ് കൊണ്ട് തന്നെ എല്ലാം തുടങ്ങിയിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കുക, എൻജോയ് ചെയ്യുന്നു പ്രസൻ്റാണ്. ഇവിടെ വാസ് എന്തിനു വന്നു, തട്ടി. ഒന്നാമത്തെ അപ്പം തന്നെ നമ്മൾ തട്ടി. അതുപോലെ ഡി, അതും വാസാണ്, അതും തട്ടി, അപ്പം തന്നെ തട്ടി. ഇനി വർത്താനമല്ല, ഈസാണ് അവിടെ വരേണ്ടത്. കാരണം മറ്റേത് വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ആയിപ്പോയി. അപ്പോൾ അവിടെ ടെൻസ് ചേഞ്ച് വരാനൊന്നും പാടില്ല. ഇനി നമുക്ക് മുന്നിലുള്ളത് ബിയും സിയും ആണോ, ഇതിലേതെങ്കിലും ആണോ ആൻസർ എന്നുള്ളതാണ്. ഇനി നിങ്ങളിവിടെ റീഡിങ് എന്ന് പറയുന്നത് ഇവിടെ വായന എന്നുള്ളൊരർത്ഥമേ ഉള്ളൂ. എൻജോയ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബിന് ING ഫോം ഉണ്ടോ എന്നുള്ളതാണ് എപ്പോഴും നോക്കേണ്ടത്. ഇത് നിങ്ങൾക്കൊരു വഴിത്തിരിവായിരിക്കും. കാരണം ഓരോ ചോദ്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ING ഫോം ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയാണ്, എൻജോയ്സ്ന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബീയിങ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ ബി ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇവിടെ റീഡിങ് എന്ന് പറയുന്നത് വായന എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വെർബ് എന്ന് പറയുന്നത് എൻജോയ് ആണ്. അപ്പോൾ വെർബിന് ING ഫോം ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ വെർബിന് ING ഫോം ഉണ്ടെങ്കിലാണ് ഉത്തരത്തിൽ ബീയിങ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ 7ാമത്തെ ഓപ്ഷൻ ബി ആണ്. 8ാമത്തെ ചോദ്യം, ഞാനവിടെ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ഉത്തരത്തിലേക്ക് എത്താനുള്ള സൂചികകളാണ്. ഗോപിക വാസ് സിംഗിങ് ദ സോങ് എന്നതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഗോപിക എന്ത് ചെയ്യുന്നുണ്ട്, വാസ് എന്താണ് കഴിഞ്ഞ കാലം കേട്ടോ, സിംഗിങ് ദ സോങ് പാട്ട് പാടുക എന്നുള്ളതാണ്. അപ്പോൾ സോങ് എന്തിനെന്ന് വെച്ചാൽ പാട്ടാണ്. അപ്പോൾ സോങ് കൊണ്ട് തന്നെ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രശ്നമല്ല. ഇനി വാസ് ഭൂതകാലത്തിലുള്ളൊരു കാര്യമാണ്. ഈസ് വരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു ടെൻസ് ചേഞ്ച് ചെയ്യണത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ് കൊണ്ട് വന്നതൊക്കെ അപ്പം തന്നെ എയും ഡിയും ഈസ് വന്നിട്ടുണ്ട്, അപ്പം തന്നെ തട്ടിക്കളയത്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ബിയും സിയും മാത്രമാണ്. ഇവിടെ നോക്കുക നിങ്ങൾ, വെർബാണ് സിങ്, അതിൻ്റെ കൂടെ ING വന്നിട്ടുണ്ട്. നേരത്തെ റീഡിങ് വെർബല്ല കേട്ടോ, അതാണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടെങ്കിൽ മാറ്റണം. സിംഗിങ് എന്ന് പറയുന്നത് ഇവിടെ വെർബാണ്, സോങ് പാടുക എന്നുള്ളതാണ്. അപ്പോൾ ബീയിങ്, ഈ എന്താണ് ബിയിലും സിയിലും നോക്കുന്ന സമയത്ത് ബീയിങ് വന്നത് ഒറ്റൊന്നേ ഉള്ളൂ. ഏതാണ്? ബി ഓപ്ഷനാണ്. ദ സോങ് വാസ് ബീയിങ് സങ് ബൈ ഗോപിക എന്ന് പറയുന്നതാണ് ആൻസർ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് വന്നിട്ട് ചോദിച്ചാലും മതി, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. 9ാമത്തെ ചോദ്യം പറയുന്നത്, ദ ന്യൂസ് ഷോക്ക്ഡ് ദ നേഷൻ എന്നതിനെ നമുക്ക് എന്ത് ചെയ്യണം, വോയിസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ ന്യൂസ് ഷോക്ക്ഡ്, ഞെട്ടിച്ചു, ദ നേഷൻ, ആ രാജ്യത്തെ. അപ്പോൾ ആ എന്തിനേന്ന് ചോദിച്ചുമ്പോൾ രാജ്യത്തല്ലേ, അപ്പോൾ രാജ്യത്തെ എന്നുള്ളതാണ് ആദ്യം കൊടുക്കേണ്ടത്. അതായത് ആ നേഷൻ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ എല്ലാ നാഷനും കൊണ്ട് തന്നെ തുടങ്ങിയിട്ടുള്ളത്, അതിലൊന്ന് ബി നാഷൻ കൊണ്ടല്ല, അപ്പം തന്നെ അത് കട്ട് ചെയ്യാം. പിന്നെ ഞെട്ടിച്ചു പാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വാസാണ് അവിടെ വരിക. അപ്പോൾ ഇതിൽ നോക്കുക നിങ്ങൾ, ദ നേഷൻ. ഷൂക്ക് എന്ന് പറയുന്നത് വേറൊരു വാക്കാണ്, ഷോക്കല്ല അത് രണ്ടും രണ്ട് വാക്കാണ്. ഞാൻ പറഞ്ഞു ടെൻസുകളൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല, അർത്ഥങ്ങളും മാറാൻ പാടില്ല. അപ്പോൾ അത് വേറൊരു വാക്കാണ്. അതുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷൂക്ക് എന്നുള്ളത് കളയാം. ഇനി നമുക്ക് മുമ്പിലുള്ള ഏത് മാത്രമേ ഉള്ളൂ, നാഷൻ കൊണ്ടുള്ളത് സിയും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കുക നിങ്ങൾ, വാസ് വന്നു, അത് രണ്ടിലും ഉണ്ട്. പിന്നെയും നോക്കുക, ഈ സിയിലും ഷൂക്കാണ് കൊടുത്തിട്ടുള്ളത്, വേറൊരു വാക്കാണ്. ഇവിടെ ഷോക്ക്ഡ് എന്നുള്ളതാണ്. അതേപോലെ വരുന്ന ഏതുള്ളൂ, ടെൻസ് ചേഞ്ച് ചെയ്യാതെ ഡി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ദ നേഷൻ വാസ് ഷോക്ക്ഡ് ബൈ ദ ന്യൂസ്. 10ാമത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് ആ 7ാമതായി പറഞ്ഞ കാര്യം നോക്കുക നിങ്ങൾ. റിക്വസ്റ്റ് കമാൻഡുകൾ വരുന്ന സമയത്ത് ഉത്തരത്തിൽ എന്ത് വരണം, ലെറ്റ് കൊണ്ട് തുടങ്ങണം, പിന്നെ ബി വേണം, V3 ഫോമൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കും നിങ്ങൾ. റിലീസ് ദ പ്രിസണർ, ഒരാജ്ഞ പറയാണ്. ആ പ്രിസണർ എന്ത് ചെയ്യുക, വിട്ടയക്കുക, ഒരാജ്ഞ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലെറ്റ് കൊണ്ട് തുടങ്ങണം. റിക്വസ്റ്റ് കമാൻഡുകളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ലെറ്റ് കൊണ്ട്. ഇവിടെ സി ഓപ്ഷൻ മാത്രമേ ലെറ്റ് കൊണ്ട് തുടങ്ങുന്നുള്ളൂ. ആൻസർ അപ്പം തന്നെ കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി വരണം, അതുപോലെ 3ാമത്തെ ഫോമും വരണം. ഒക്കെ ഇനി വേണമെങ്കിൽ നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ ഇവിടെ നമുക്ക് കിട്ടി, സി ഓപ്ഷൻ. എന്തുകൊണ്ട്, ലെറ്റ് കൊണ്ട് തുടങ്ങണം, ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. 11ാമത്തെ ചോദ്യം, ദേ ഹാവ് അറസ്റ്റഡ് ദ തീഫ്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ തീഫിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യാണ്, ഇതിനെ വോയിസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ദേ കൊണ്ട് തുടങ്ങുന്നത്, ദേ ഒരു ബഹുവചനതാണ്,
പക്ഷെ നമ്മൾ അതുകൊണ്ടല്ല, സബ്ജക്റ്റ് അല്ല തുടങ്ങുന്നത്, ഒബ്ജക്റ്റ് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തിനെ അവർ അറസ്റ്റ് ചെയ്ത്, എന്തിനെ? തീഫിനെ. അപ്പോൾ തീഫാണ് ആദ്യം വരിക, ദ തീഫ്. അതൊരു സിംഗുലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ തീഫിൻ്റെ കൂടെ ഇനി വരേണ്ടത് ഏതാണ്? ഈ ഹാവും ഹാസും ഒരേ ഫോമാണ്. ഹാവ് ബഹുവചനം, ഹാസ് സിംഗുലറാണ്. ഹാഡ് എന്ന് പറയുന്നത് മറ്റൊരു തലമാണ്. അപ്പോൾ അതൊന്നും ടെൻസ് ചേഞ്ച് ചെയ്യാനൊന്നും ഇവിടെ പറ്റില്ല. ഇപ്പോൾ തീഫ് ഹാസ് എന്ന് പറയുമ്പോൾ ഹാസ് വരുന്ന ഒറ്റൊന്നേ ഉള്ളൂ. തീഫിന് ശേഷം ഹാസ് വരുന്ന ഏതുള്ളൂ? ബി ഓപ്ഷൻ. അവിടെ ആൻസർ കിട്ടി. കാരണം തീഫ് ഹാവ് എന്ന് പറയില്ല, ബഹുവചനം പറയില്ല. ഹാവ് എന്ന്, തീഫ് എന്ന് പറയുന്നത് സിംഗുലറും പിന്നെ ബഹുവചനത്തിൻ്റെ ഹാവ് അതിനോട് കൂടി യോജിപ്പിക്കൂല. അതുകൊണ്ട് എന്താണ് അവിടുത്തെ ആൻസർ? തീഫ് ഹാസ് കൊണ്ട് തുടങ്ങുന്ന രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് അവിടുത്തെ ആൻസർ. ഇനി ഡി ഓപ്ഷനിൽ ഹാഡൊക്കെ വന്നിട്ടുള്ളത് അത് ഒരിക്കലും പറ്റില്ല, ടെൻസ് മാറും. ഉണ്ടായിരുന്നു എന്നുള്ള ആ മീനിങ് ഒക്കെയാണ് അതുകൊണ്ട് കിട്ടുന്നത്. ടെൻസുകൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പം ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. 12ാമത്തെ ചോദ്യം, ഡസ് ഷീ നോ മീ. അപ്പോൾ അവളിനെ അറിയൂ എന്നുള്ളതാണ്. ഈ ഡസ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആം, ഈസ്, ആറ് തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടിയില്ല, ആം മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. ആം ഐ നോ ഹെർ. ഇനി അതുമല്ല, ഞാൻ നേരത്തെ ആ സമയത്ത് തന്നെ പറഞ്ഞു ആം വരെ ഒരേ ഒരു സന്ദർഭത്തിലാണ്, മീ എന്ന് പറയുന്നത് വരുന്ന സമയത്ത്. അപ്പോൾ തന്നെ ആം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഹാസ്, എന്തിനാവശ്യമില്ലാതെ ഹാസോ കൂട്ടിച്ചേർത്തത് ഞാൻ പറഞ്ഞു ടെൻസ് ചേഞ്ച് ചെയ്തിട്ടൊന്നും ഇവിടെ പറ്റില്ല. ഇനി ഡിഡ് നോക്കുക. ഡസ് എന്ന് പറയുന്നത് ഒരു പ്രസൻ്റാണ്, ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് മുട്ടാൻ പറ്റുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ് 4ാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ ഉത്തരത്തിൽ ബീൻ വരണം എന്നുള്ള ആ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നിനോട് ചേർത്ത് വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഹാഡ് ദ തീവ്സ് സ്റ്റോളൻ എനിത്തിങ്. ഹാഡ് ദ തീവ്സ് ബഹുവചനം തന്നെ കേട്ടോ. എന്തെങ്കിലും കട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എന്തിനെ എന്നുള്ളതാണ്. അപ്പോൾ എനിത്തിങ് എന്നുള്ളതാണ് ഇവിടുത്തെ വരേണ്ടത്. അപ്പോൾ എനിത്തിങ് കൊണ്ട് തുടങ്ങി. ഇനിയൊക്കെ പോട്ടെ, ഹാഡ് വന്നു കഴിഞ്ഞാൽ ബീൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം നോക്കുക. നിങ്ങൾ ഓപ്ഷനിൽ ബീൻ വരുന്നത് ബിയും സിയും മാത്രമേ ബീൻ വരുന്നുള്ളൂ. ഇവിടെയും ബീൻ വരുന്നുണ്ട്, ഇവിടെയും ബീൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എ ഓപ്ഷനും തട്ടിക്കളയാം, ഡി ഓപ്ഷനും തട്ടിക്കളയാം. ബീൻ വന്നത് മാത്രം എടുക്കുക. ഇനി ഹാഡ് എനിത്തിങ് ബീൻ സ്റ്റോളൻ ബൈ ദ തീവ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ശേഷം എനിത്തിങ് ഹാഡ് ബീൻ സ്റ്റോളൻ ബൈ തീവ്സ്. നിങ്ങൾ നോക്കുക, ഈ എനിത്തിങ് ഹാഡ് ബീൻ സ്റ്റോളൻ ബൈ തീവ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനാണോ? ഒരു ക്വസ്റ്റ്യൻ ഇട്ട് വെച്ചൊരു ക്വസ്റ്റ്യൻ ആവില്ലല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ചേലും വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ ആകുമ്പോഴും ഉത്തരമാവേണ്ട എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യനും ആയിട്ടുണ്ട്, ബീനും വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഉത്തരം ഏതാണ്? ബി ഓപ്ഷൻ ആകുന്ന ഹാഡ് എനിത്തിങ് ബീൻ സ്റ്റോളൻ ബൈ ദ തീവ്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം, ഹൂ ടോക്ക്ഡ് യു ടു സിങ്. അതിനെന്ത് ചെയ്യണം? വോയിസ് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഹൂ വന്നു കഴിഞ്ഞാൽ ബൈ ഹൂം എന്ന് വരണം. ചിലപ്പോൾ അതിൽ 1 or 2 ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് കളയാം. ഇവിടെ 4 ഓപ്ഷനിലും ബൈ ഹൂം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നമ്മൾ പരിഗണിക്കണം. ഇനി ആ ഡി ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. യു ഹാവ് ബീൻ എന്ന്, അതായത് ബൈ ഹൂം വേർ യു ഹാവ് ബീൻ തോട്ട്. എന്തിനാ വെറുതെ ഹാവ് ബീൻ? ഞാൻ പറഞ്ഞു ബീനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ് തുടങ്ങിയവയൊക്കെ വന്നാലേ ബീൻ എന്നത് വരേണ്ടതുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡി ഓപ്ഷൻ അവിടുന്ന് തട്ടിക്കളയാം. പിന്നെയുള്ള 3 ഓപ്ഷൻസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇനി ബി ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. ബൈ ഹൂം വാസ് യു. ഞാൻ നേരത്തെ പറഞ്ഞു അയ്യോ ദേവി, ഇവക്ക് മുമ്പ് ബഹുവചനങ്ങളാണ് വരേണ്ടത്. ഇവിടെ വാസാണ് വന്നിട്ടുള്ളത്. യു എന്ന് പറയുന്നത് ബഹുവചനാണ്, ഐ എന്ന് പറയുന്നത് ബഹുവചനാണ്, വി എന്ന് പറയുന്നത് ബഹുവചനാണ്, ദേ എന്ന് പറയുന്നതൊക്കെ എന്താണ്? ബഹുവചനാണ്. അപ്പോൾ ആ ബഹുവചനത്തിൻ്റെ കൂടെ വാസല്ല വരേണ്ടത്, എന്താണ്? വേറാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബി ഓപ്ഷൻ കളഞ്ഞു. ഇനി നമുക്ക് മുമ്പിലാകെ 2 ഉള്ളൂ, ഒന്ന് എയും സിയും. ഇനി ബൈ ഹൂം യു തോട്ട് യു സിങ്. ഈ ബൈ ഹൂമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്സിലറി കൂടി കടന്ന് വരണം കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഓക്സിലറി ഒക്കെ വരണം, എന്നാലേ ആ സെൻറ്റൻസ് ശരിയാവുള്ളൂ.
നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇതിനോട് ചേർത്ത് വെക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് എ ഓപ്ഷനിൽ ഓക്സിലറി ഒന്നുമില്ലല്ലോ. ബൈ ഹൂം യു ആ ഒരു വാക്ക് തന്നെ ശരിയായിട്ടില്ല. ഇപ്പോൾ സി ഓപ്ഷനാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഉത്തരത്തിലേക്ക് ഈ ഓപ്ഷൻസ് വെട്ടി ചെറുതാക്കിയിട്ടാണ് ഓപ്ഷനാകുന്ന സി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആൻസറായിട്ട് കറുപ്പിച്ചിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം ഡബിളായി വന്നതാണ് എൻ്റെ കയ്യിൽ നിന്ന്, നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. 16ാമത്തെ ചോദ്യം വോയിസ് ചേഞ്ച് ചെയ്യാനാണ്. ദിസ് ഷോപ്പ് സെൽസ് വിൽക്കുന്നു, ഈ കട വിൽക്കുന്നു. നോൺ ഫിക്ഷൻ ബുക്കുകൾ വിൽക്കുന്നു. സെൽസ് അവിടെ നിങ്ങൾ പ്രസൻ്റ് ആണെന്നുള്ളത് ഓർത്തു വെക്കണം. ബുക്സ് ബഹുവചനാണെന്നുള്ളത് ഓർത്തു വെക്കണം. എന്തിനെ ചോദിച്ചാൽ ആ നോൺ ഫിക്ഷൻ ബുക്കുകൾ എന്നാണ്. അപ്പോൾ അതന്നെയാണ് പാസീവ് ഫോമിലേക്ക് മാറ്റാനല്ലേ പറഞ്ഞു. ഇപ്പോൾ 4 നോൺ ഫിക്ഷൻ ബുക്സ് വെച്ചിട്ട് തന്നെ തുടങ്ങുന്നത്. ഇനി അതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഈസാണ് വന്നിട്ടുള്ളത് ഈ ഓപ്ഷനിൽ, 2ാമത്തെ ഓപ്ഷനിൽ വാസാണ് വന്നിട്ടുള്ളത്, 3ാമത്തെ ഓപ്ഷനിൽ ആറാണ്, 4ാമത്തെ ഓപ്ഷനിൽ വേറാണ്. നമ്മളവിടെ നോക്കേണ്ടത് സെൽസ് പ്രസൻറ്റിലേക്കായിട്ടാണ് വരേണ്ടത്. അപ്പോൾ വാസും വേറും പറ്റൂല, കാരണം അത് പാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. വാസും വേറും ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ വേറെ പറയുമ്പോൾ വാസിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ അത് രണ്ടും പറ്റില്ല. അപ്പോൾ നമുക്ക് ബി ഓപ്ഷനും തട്ടിക്കളയാം, ഡി ഓപ്ഷനും തട്ടിക്കളയാം. ഇനി നമുക്ക് മുമ്പിൽ എയും സിയും മാത്രമേ ഉള്ളൂ. ഇനി നോൺ ഫിക്ഷൻ ബുക്സ് എന്നാണ് പറയുന്നത്, ബുക്കുകൾ. അപ്പോൾ ഈസ് പറ്റുമോ? ഇല്ല, കാരണം ഈസ് ഒരാളെയോ സിംഗുലറിനെയൊക്കെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഫിക്ഷൻ ബുക്സ് ഈസ് എന്നൊരിക്കലും പറയില്ല. അപ്പോൾ ആ എ ഓപ്ഷനും കളഞ്ഞു. ഇനി നമുക്ക് മുമ്പിൽ ഒരേ ഒരു ഓപ്ഷനേ ബാലൻസ് ഉള്ളൂ, സി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. നോൺ ഫിക്ഷൻ ബുക്സ് ആർ സോൾഡ് ഇൻ ദിസ് ഷോപ്പ് എന്ന് പറയുന്നതാണ് ആൻസർ. നമ്മൾ അതിൻ്റെ ഗ്രാമർ വശങ്ങളൊന്നും അധികം ചർച്ച ചെയ്യുന്നൊന്നുമില്ല. ഈ ഉള്ള ഓപ്ഷനിൽ നിന്ന് എങ്ങനെയൊക്കെ ഓരോന്ന് തട്ടിക്കളയാമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ബ്രിഡ്ജ് വാസ് ബീയിങ് ബിൽഡ് ബൈ ദം. ഒരു പാലം അവരാൽ നിർമ്മിക്കപ്പെട്ടു. ഇതൊരു പാസീവ് ഫോമാണ്. അതിനെ ആക്റ്റീവ് ഫോമിലേക്ക് ആക്കാനാണ് അവിടെ ഓപ്ഷനിൽ ചോദ്യത്തിൽ പറയുന്നത്. ഇതിനെ ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അവരാൽ ആ പാലം നിർമ്മിക്കപ്പെട്ടു, അവരാ പാലം നിർമ്മിച്ചു എന്നുള്ളതാണ് രീതിയിലാണ് വരേണ്ടത്. ഇനി അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കണമെന്നില്ല. ചോദ്യത്തിൽ നോക്കുക, ബീയിങ് എന്ന് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബീയിങ് വരണമെങ്കിൽ ING ഫോമുള്ള ഒരു വെർബ് വന്നിരിക്കണം. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ബിൽഡിങ്, അതുപോലെ ബിൽഡിങ്. അപ്പോൾ ആ ബിൽഡ് എന്നുള്ളത് ഏതായാലും പറ്റില്ല, കാരണം ING ഫോം ഉള്ളത് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുള്ളൂ, ബീയിങ് വരാൻ പാടുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ സി ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആണ് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ നോക്കുക, എല്ലാം അവർ ആ പാലം നിർമ്മിച്ചു എന്നാണല്ലോ എഴുതേണ്ടത്. ദേ വേർ, ദേ ആർ, അതുപോലെ തന്നെ ദേ വാസ്. ഇനി ആ സി ഓപ്ഷൻ നമ്മൾ തട്ടിക്കളയുമ്പോൾ ഹാഡ് നോക്കിയാൽ മതി. ഇതിനെ ആവശ്യമില്ലാതെ ഹാഡ് വന്നിട്ടുള്ളത്, ഹാഡ് ഇതൊക്കെ വരികയാണെങ്കിൽ ബീൻ എന്നാണല്ലോ വരേണ്ടത്. ആ നിലക്കും നമുക്ക് സി അങ്ങനെ തന്നെ കളയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത് സി കളഞ്ഞിട്ടുള്ള എയും ബിയും ഡിയും മാത്രമാണ്. ദേ വേർ എന്നുണ്ട്, ദേ ആർ എന്നുണ്ട്, ദേ വാസ് എന്നുണ്ട്. ഇവിടെ നോക്കുക, എ ബ്രിഡ്ജ് വാസ് പാസ്റ്റ് ആയിരിക്കണം എന്തായാലും. അപ്പോൾ ഇതിൽ വേറ് ആറ് വാസ്. അപ്പോൾ ആറ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റിലേക്കാണ് സൂചിപ്പിക്കുന്ന വാക്കാണ്. അപ്പോൾ തന്നെ കളയാം. പാസ്റ്റിൻ്റെ സെൻറ്റൻസ് പാസ്റ്റായിട്ട് തന്നെ അത് എഴുതാനും പറ്റുള്ളൂ. ടെൻസുകളൊന്നും മാറാൻ പറ്റില്ല. അപ്പോൾ ബി ഓപ്ഷനും നമ്മൾ കളഞ്ഞു. ഇപ്പോൾ നമ്മളെ മുമ്പിൽ ആകെ എയും ഡിയും മാത്രമേ ബാലൻസ് ഉള്ളൂ. ദേ വേർ എന്നുള്ളതും ദേ വാസ് എന്ന് പറഞ്ഞതും. നേരത്തെ പറഞ്ഞു അയ്യോ ദേവി ഹീ ഷിറ്റ് പോമു, അയ്യോ ദേവി. ഈ 4 ബഹുവചനങ്ങളാണ്. ഐ യു ദേ വി. ഇവിടെ ദേ ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മുമ്പിൽ എന്ത് വരണം, അതിന് ശേഷം എന്ത് വരണം, ബഹുവചനാണ് വരേണ്ടത്. ഇപ്പോൾ ദേ വാസ് പറ്റൂല, നേരെ മറിച്ച് ഹീ വാസ് എന്നാണെങ്കിൽ പറ്റും. ഒരാളല്ലേ, ഇത് ദേ എന്ന് പറയുമ്പോൾ ബഹുവചനാണ്, വേറാണ് വരേണ്ടത്. ആ നിലക്ക് നോക്കുമ്പോൾ എ ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 18ാമത്തെ ചോദ്യം നോക്കുക. വി വേർ കെപ്റ്റ് വെയിറ്റിംഗ് ബൈ ഹർ. ഞങ്ങൾ അവളെ കാത്തിരുന്നിരുന്നു. വേർ പാസ്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുക, പ്രസൻറ്റുകളുണ്ടെങ്കിൽ അപ്പോൾ ഒഴിവാക്കുക. ഷീ കീപ്സ് പ്രസൻ്റ് അല്ലേ, ഒഴിവാക്കുക. ഷീ ഈസ് പ്രസൻ്റ് അല്ലേ, ഒഴിവാക്കുക. നമുക്ക് പാസ്റ്റ് മതി. അപ്പോൾ ഇനി സിയും ഡിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ആ ഡി ഓപ്ഷൻ നോക്കുക നിങ്ങൾ. ഷീ ഹാഡ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ചോദ്യത്തിൽ എവിടെയെങ്കിലും ബീന് വന്നിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ ഇല്ല.
വി വേർ കെപ്റ്റ് വെയിറ്റിംഗ് ബൈ ഹർ. അപ്പോൾ അവിടെ ബീനൊന്നും വന്നിട്ടില്ല. അങ്ങനെയെങ്കിലല്ലേ ഹാഡൊക്കെ വരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഡിയും കളഞ്ഞു. ഇനി നമുക്ക് മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് ഷീ കെപ്റ്റ് അസ് വെയിറ്റിംഗ്. അപ്പോൾ അവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി, ഷീ കെപ്റ്റ് അസ് വെയിറ്റിംഗ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ നിയമങ്ങൾ എന്ന രീതിയിലല്ല നിങ്ങൾ ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ നിന്ന് ഓരോന്ന് തട്ടിക്കളഞ്ഞ് ഉത്തരത്തിലേക്ക് എളുപ്പത്തിലെത്തുക എന്ന് പറയുന്ന PSCയുടെ അതുപോലെ SSCയുടെ ഒക്കെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ഹാളിൽ നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന രൂപത്തിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരിക്കലും നിയമങ്ങൾ എന്ന വശത്തിൽ ടെൻസുകളൊന്നും പഠിപ്പിച്ച് തന്നിട്ടൊന്നുമല്ല ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് അറിയാം നിങ്ങൾക്ക്, അതല്ലെങ്കിൽ ടെലഗ്രാമിൽ പേഴ്സണലായിട്ടോ അതല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വരിക. 7902314336 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ടെലഗ്രാമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഇതോടുകൂടി പഠിച്ചല്ലോ. ഇനി നിങ്ങൾ തുടർന്നിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് നോക്കിയാൽ മതി. അതല്ലാതെ സൈറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ടൈറ്റുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും. അത്തരം വലിയ ടൈറ്റുള്ള ക്വസ്റ്റ്യൻസൊന്നും വരണമെന്നില്ല. അതൊക്കെ അവസാനം നിങ്ങളൊന്നുകൂടി ടൈം വെച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ആദ്യഘട്ടത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിക്കുക. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാനതിൻ്റെ ആൻസർ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി ഇംഗ്ലീഷ് ക്ലാസ്സുകളും എന്ത് ചെയ്യാം, തുടർന്ന് കൊണ്ടുപോകാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്